മെഡിക്കൽ സയൻസിൻ്റെ ലക്ഷ്യം രോഗത്തെയും മരണത്തെയും അതിജീവിക്കാൻ സഹായിക്കുക എന്നതാണ്. രോഗത്തെയും മരണത്തെയും അതിജീവിക്കാനും യൗവനം നിലനിർത്താനും സഹായിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്കായി പലതരം ഗവേഷണങ്ങളാണ് ലോകമെമ്പാടും നടക്കുന്നത്. ഇതുവരെയുള്ള രോഗചരിത്രം പരിശോധിച്ചാൽ ജനിച്ചവർ ഒക്കെ മരിച്ചിട്ടുമുണ്ട്. ചക്രവർത്തിമാരും രാജാക്കന്മാരും പണക്കാരനും ഭിക്ഷക്കാരനും സന്യാസിയും ഋഷിമാരും ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ക്രിസ്തുവും നബിയും ശ്രീ ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുവും ഒക്കെ മരിച്ചു. ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും മരണത്തെ അതിജീവിക്കാനുള്ള ഉപാധി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മരണത്തെയും മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും ധാരാളം ആധുനിക പഠനങ്ങൾ മോഡേൺ മെഡിസിനിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പഠനങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മെഡിക്കലി മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിച്ച ശേഷം CPR ഓർ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞവരെ കുറിച്ച് നടത്തിയ പഠനങ്ങൾ NDE ഓർ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡീസ് നൽകുന്ന സൂചനകൾ എന്താണ്? പുനർജന്മം അഥവാ റീബർത്ത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങൾ എന്താണ് കണ്ടെത്തിയത്? ശരിക്കും മരണത്തെ ഭയപ്പെടേണ്ടതുണ്ടോ? ഇതുവരെയുള്ള ഗവേഷണ പഠനങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. മരണത്തിന് ശേഷം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ഏറ്റവും ആകാംക്ഷയുള്ള കാര്യമാണല്ലോ. നമ്മളുടെ മതങ്ങളും സ്പിരിച്വൽ അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ എന്താണ് കാരണം എന്ന് കണ്ടെത്താനായിട്ട് പല സയൻറ്റിഫിക് സ്റ്റഡീസും നടക്കുന്നുണ്ട്. അപ്പം അതിൽ ഒന്ന് നമ്മൾ ഉള്ളത് റീബർത്ത് സ്റ്റഡീസാണ്. നെക്സ്റ്റ് ഈ NDE അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കഴിഞ്ഞ് അതായത് മരിച്ച് തിരിച്ചു വന്നവരെന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ളവരിൽ നടത്തിയ പഠനങ്ങളുമാണ്. ബേസിക്കലി നമ്മൾ റീബർത്ത് സ്റ്റഡീസ് യൂഷ്വലി ഈ NDE സ്റ്റഡീസൊക്കെ തുടങ്ങിയത് ഒരു 1970s അപ്പോഴേക്കും ആണല്ലോ കൂടുതൽ മെഡിക്കൽ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഈ റീസസിറ്റേഷനൊക്കെ തുടങ്ങുന്നത്. അതെല്ലാം ഏറ്റവും കൂടുതൽ നമ്മുടെ മോഡേൺ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്തിരുന്ന അമേരിക്കയിലാണ്, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ്. അപ്പോൾ അവിടെയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഇപ്പം ഇന്ത്യയിൽ കാര്യമായിട്ട് അങ്ങനത്തെ സ്റ്റഡീസ് കാര്യമായിട്ട് നടന്നതായിട്ട് നമുക്കറിയില്ല. ഓരോരുത്തർ ഓരോ എക്സ്പീരിയൻസ് ഓരോ ഡോക്ടേഴ്സും അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഒരേപോലെയുള്ളവർ നടത്തിയത് വളരെ കുറവാണ് ഈ NDE സ്റ്റഡീസ്. പക്ഷേ അതേസമയത്ത് റീബർത്ത് സ്റ്റഡീസ് കുറച്ച് ഇന്ത്യയിലും നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പബ്ലിസിറ്റി വന്നിരിക്കുന്നതും ഒരു അത് ഏറ്റവും നമ്മളുടെ ഇവിടുത്തതിൽ ഏറ്റവും ഏർലി ആയിട്ട് നടന്നിരിക്കുന്ന ഒരു 1920s 1920s. മറ്റേത് വന്നിരിക്കുന്നത് 1970s, പിന്നെ 50 years കഴിഞ്ഞിട്ടാണ്. അതിലേറ്റവും നമുക്ക് ഉള്ള ഒരു പ്രധാനമായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ, നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെ ഇൻവോൾവായി അതിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുകയും ഒരു കമ്മീഷൻ വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊരു ശാന്തി ദേവി എന്ന് പറഞ്ഞ് ഒരു ഡൽഹിയിലുണ്ടായ ഒരു കൊച്ച് 4 വയസ്സൊക്കെ ആയപ്പം ആ കുട്ടി ഇങ്ങനെ എൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അവരുടെ വീട് മധുരയിലാണെന്നും ആക്ച്വലി ഇവരുണ്ടായത് ഡൽഹിയിലാണ്. ഒരു ഡിസംബർ 12, 1926 ഉണ്ടായത്. അത് അവർ വേറൊരു ലേഡി ലുബ്ധി ദേവി എന്ന് പറഞ്ഞ് ഒരു മധുരയിലുണ്ടായിരുന്ന ഒരു ലേഡിയുടെ പുനർജന്മമാണ്. അവർ ആക്ച്വലി
പ്രസവത്തോടു കൂടി 10ാം ദിവസം പ്രസവം കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞിട്ട് 10ാം ദിവസം മരിച്ചു പോയിരുന്നു. ആ അതായത് ഒരു ഒക്ടോബറിലാണ് അവർ മരിക്കുന്നത് 1925. അപ്പം ഈ കുട്ടി ജനിക്കുന്നത് ഡിസംബർ 1926. അപ്പം ഈ കുട്ടി യൂഷ്വലി ഇങ്ങനെ ഈ റീബർത്ത് ഇതുമായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഓർമ്മ വരുന്ന ഒരു 4 വയസ്സ് ആ പ്രായമൊക്കെ ആകുമ്പോഴാണ്. അത് കഴിഞ്ഞ് കുറച്ച് പ്രായമായി കഴിയുമ്പോഴേക്കും അത് ചിലപ്പോൾ അവർ മറക്കാമെന്നാണ് വരുന്നത്. അപ്പം ഈ കുട്ടിയുടെ സ്റ്റഡിയാണ് ആക്ച്വലി ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പം മഹാത്മാഗാന്ധി തന്നെ ഇതിലൊരു കമ്മീഷനെ വെച്ച് ആ കുട്ടിക്ക് ഒരു 10 വയസ്സായപ്പോൾ അവരെയും കൊണ്ട് അവർ ജനിച്ചു എന്ന് പറയുന്ന വീട്ടിൽ ചെല്ലും. അവരതിന് മുമ്പ് അവരുടെ ഹസ്ബൻഡ് അവരെ വന്ന് റെക്കഗ്നൈസ് ചെയ്യും. ഹസ്ബൻഡ് വന്നപ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്യും, ഈവൻ അവരുടെ മകനെ റെക്കഗ്നൈസ് ചെയ്യുകയൊക്കെ ചെയ്തൊരു വലിയൊരു സ്റ്റോറി ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ നെറ്റിലും എല്ലാം അവൈലബിൾ ആണ്. ഒരു വെൽ റെക്കോർഡഡ് ആണ്. ഈവൻ ഈ ലേഡിയെ പല പ്രാവശ്യം വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുള്ള പല ഇങ്ങനത്തെ സ്റ്റഡീസ് നടത്തുന്ന ഡോക്ടേഴ്സ്, പ്രത്യേകിച്ചൊരു ഇവാൻ സ്റ്റീവൻസൺ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അദ്ദേഹം ശരിക്കും 1918 ജനിച്ച ആളാണ്. ഒരു വെർജീനിയ യൂണിവേഴ്സിറ്റിയിൽ കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇദ്ദേഹം ഇതിൽ വന്ന് നമ്മൾ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അവർ 1986 സംതിങ് ആണ് മരിക്കുന്നത്. ആ സമയത്ത് വരെയും അവരെക്കുറിച്ച് പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇവർ ആക്ച്വലി ഈ ലേഡി ഈ കുട്ടി പ്രായമായി കഴിഞ്ഞിട്ടും അവർക്ക് ആ മരണസമയത്ത് നടന്ന, അതായത് ഈ സിസേറിയനും എന്തൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ സംഭവിച്ചതും ഇതെല്ലാം ആ കുട്ടിക്ക് ആയിരുന്നപ്പോൾ തന്നെ അവർക്ക് പറയാൻ പറ്റിയിരുന്നു എന്നുള്ള. പക്ഷെ സാധാരണ അത് പറ്റൂലല്ലോ. അപ്പം അതിലൊരു കണ്ടിട്ട് റീബർത്താന്ന് ഈവൻ ഫൈനലി റിപ്പോർട്ട് വന്നതും അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ കോൺട്രവേഴ്സ്യൽ റിപ്പോർട്ട്സും എല്ലാത്തിനും ഡിഫറെൻറ്റ് ഇത് വരുമല്ലോ. പിന്നെ ഈ റീബർത്ത് സ്റ്റഡീസിനെ കുറിച്ച് കൂടുതൽ നടത്തിയിട്ടുള്ളത് ഒരു നിംഹാൻസിൽ, നമ്മളുടെ അറിയാലോ ന്യൂറോളജി, നമ്മുടെ ബാംഗ്ലൂരുള്ള ന്യൂറോ സൈക്യാട്രി സെൻ്റർ ആയിട്ടുള്ള നിംഹാൻസിൽ നടത്തിയ ഒരു സത്വന്ത് പെട്രീഷ്യ എന്ന് പറഞ്ഞ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നടത്തിയ സ്റ്റഡിയാണ്. അത് ഒരു 500 ചിൽഡ്രൻ, അതായത് ഇങ്ങനത്തെ ഈ കുട്ടിയുടേതുപോലെ, ഈ ശാന്തി ദേവിയുടെ പോലെ ഉള്ള 500 ചിൽഡ്രൻ്റെ സ്റ്റഡീസ് നടത്തിയ സ്റ്റഡി ഇത് വന്നിട്ടുണ്ട്. അതിലും അവരും ഈ വെർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഇവാൻ സ്റ്റീവൻസണും ഒക്കെ ആയിട്ട് കമ്പൈൻഡ് ആയിട്ടും ഒക്കെ പല സ്റ്റഡീസും, ഇപ്പം ഇങ്ങനത്തെ കുറേ അധികം സ്റ്റഡീസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ഇത്ര സ്റ്റഡീസ് വന്നിട്ടുള്ളത്, ഓൾ ഓവർ ദ വേൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ഈവൻ ചിലർ ഒരു ആക്സിഡൻറ്റിലൊക്കെ ഡെത്ത് കഴിഞ്ഞിട്ട് അവർ റീബർത്ത് പറയുന്നവർക്ക് ഈവൻ അവരുടെ മരണസമയത്ത് വന്ന്, അതായത് ഡിസീസ്ഡ് പേഴ്സൺ, മരിച്ചുപോയ ആളുടെ മരണസമയത്തുണ്ടായത് ഊണ്ടിൻ്റെ പാട് ഈ പുതിയതായിട്ട് ജന്മം എടുത്തു എന്ന് അവകാശപ്പെടുന്നവരിൽ വന്നതായിട്ട്, ലൈക്ക് ഒരു ബുള്ളറ്റ് ഇഞ്ചുറി, ഹെഡിൽ തലയിലും ബുള്ളറ്റ് കൊണ്ട് മരിച്ചതാണെങ്കിൽ അവിടെ ഒരു ബുള്ളറ്റ് ഇഞ്ചുറിയുടെ സ്കാർ പോലെ, അല്ലെങ്കിൽ അതുപോലെ എന്തോ മെഷീനിലെ ആക്സിഡൻറ്റിൽ കൈ നഷ്ടപ്പെട്ട് കാല് നഷ്ടപ്പെട്ട ആളുടെ കൈ ഇല്ലാതെ ജനിക്കുക, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റഡീസ് വരുമ്പോഴാണല്ലോ നമുക്കിതിൻ്റെയൊക്കെ ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം മെയിൻലി ഒഫീഷ്യലി നടത്തിയിട്ടുള്ള ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസോ, പിന്നെ നിംഹാൻസ് പോലെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ്, ഇപ്പം വെർജീനിയ യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലാണ് ഇവാൻ സ്റ്റീവൻസൺ സ്റ്റഡി നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. നമ്മൾ പെട്രീഷ്യ ശരിക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് പാരാസൈക്കോളജിയിലാണെങ്കിൽ ഇദ്ദേഹം MBBS, അമേരിക്കയിലെ പോലുള്ള MBBS കഴിഞ്ഞ് അവിടെ MD ആണല്ലോ പാസ്സാകുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് സൈക്യാട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. നെക്സ്റ്റ് NDE സ്റ്റഡീസ്, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡീസ്. അതിൽ നമ്മൾ മരിച്ചു എന്ന് കഴിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആയിട്ട് സാധിച്ചവരിൽ നടത്തിയ പഠനങ്ങളാണ്. അപ്പം ബേസിക്കലി അത് എമർജൻസി റൂം, അതായത് അത്യാഹിത വിഭാഗത്തിലും അല്ലെങ്കിൽ കാർഡിയക് ICU, അതുപോലെ ഈ ക്യാൻസർ ICU യൂണിറ്റ്, ഇതിലൊക്കെയാണ് ഇത്തരം സ്റ്റഡീസ് മെയിൻലി നടത്തിയിരിക്കുന്നത്. അപ്പം പിന്നെ ബ്രെയിനിൻ്റെ പേഷ്യൻസിൻ്റെ സപ്പോർട്ട് വിത്ഡ്രോയലുമായിട്ട് ബന്ധപ്പെട്ടും കുറേ അപ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്, EEGയിൽ വരുന്ന വ്യത്യാസങ്ങളെന്നുള്ളതും, ആക്സിഡൻറ്റ് സർവൈവേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ സ്റ്റഡീസായിട്ട് നടത്തുമ്പം. കാരണം ഒരു മോഡേൺ മെഡിസിനിൽ വരുമ്പോൾ സ്റ്റഡീസ് വരുമ്പോൾ എല്ലാം
ഒരു സിസ്റ്റമാറ്റിക് പ്രോട്ടോകോൾ അനുസരിച്ചാണ്. എന്നാൽ മാത്രമേ ആ സ്റ്റഡിക്ക് ഒരു വാല്യൂ വരുള്ളൂ. അപ്പം നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കലി ഈ ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡയഗ്നോസിസ് ഓഫ് ഡെത്ത് മോഡേൺ മെഡിസിൻ അനുസരിച്ച് എന്താണെന്നുള്ളതാണ്. ഒന്ന് ഹാർട്ട് ബീറ്റ് നിലയ്ക്കുക. പിന്നെ അപ്പം നമുക്ക് ഹാർട്ട് ബീറ്റ് നമുക്ക് ECG എടുക്കുമ്പോൾ ഫ്ലാറ്റ് ആയിരിക്കും. ECG നമ്മൾ കാണാമല്ലോ ഇങ്ങനെയുള്ളത്. പിന്നെ ഇപ്പോൾ ഒക്കെ കാർഡിയാക് യൂണിറ്റിലൊക്കെ ആണെങ്കിൽ എപ്പോഴും എക്കോ ഉണ്ട്. അത് അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഹാർട്ടിൻ്റെ മിടിപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഹാർട്ട് നിന്നുപോയി. അതാണ് ഹാർട്ടിൻ്റെ മിടിപ്പ് നിന്നു എന്നുള്ളത് നമുക്കൊന്നും നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കാം. അതാണ് സാധാരണ എപ്പോഴും ചെയ്യുക. പിന്നെ ECG നോക്കാം. പിന്നെ എക്കോ നോക്കാം. പിന്നെ ലങ്സ് ബ്രീത്തിങ് ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഇപ്പം അതൊക്കെ പണ്ട് നമ്മൾ അതൊക്കെയാണ് നോക്കിയിരുന്നത്. ഹാർട്ട് ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മളൊരു ഡെത്ത് സർട്ടിഫൈ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കും, സ്റ്റെത്ത് വെച്ച് നോക്കും, പിന്നെ ബ്രീത്തിങ് ഉണ്ടോ എന്ന് നോക്കും, പിന്നെ കണ്ണിൽ നമ്മൾ ലൈറ്റ് അടിച്ച് പ്യൂപ്പിൾ ഡയലേഷൻ നടക്കുന്നുണ്ടോ. കാരണം മരിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് പ്യൂപ്പിൾ സ്റ്റില്ലാവുകയുള്ളൂ, ഡയലേറ്റഡ് ആവുകയുള്ളൂ. അതായത് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു പ്രാവശ്യം നോക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വീണ്ടും ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ്. പക്ഷേ ഇപ്പം മോർ അഡ്വാൻസ്ഡ് ആയിട്ട് ECG അല്ലെ എക്കോ നോക്കും, ഓരോ യൂണിറ്റും അവൈലബിലിറ്റി അനുസരിച്ച്. പിന്നെ ബ്രീത്തിങ് നോക്കുക മാത്രമല്ല, PO2 നമ്മൾ ഈ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കും. പിന്നെ നമ്മൾ പഴയ കാലത്ത് പെയിൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഒരു പ്രസ് ചെയ്ത് ഈ ഐയുടെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ നോക്കും. ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ചെയ്തിരുന്നത്. അപ്പം ബേസിക്കലി ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് ഒരു 2011 ആയപ്പോഴേക്കും അമേരിക്കയിൽ തന്നെ ഏകദേശം 9 മില്യൺ നിയർ ഡെത്ത്, അതായത് എക്സ്പീരിയൻസ്, അതായത് മരണം കഴിഞ്ഞ് തിരിച്ചു വന്നവരുടെ ഓൾമോസ്റ്റ് 9 മില്യൺ പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ അവിടെ ഇപ്പോഴത്തെ കണക്ക് അല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന 2011 കണക്കനുസരിച്ച് ഓൾമോസ്റ്റ് 700 to 900 പേഷ്യൻസ് പെർ ഡേ ഇങ്ങനെ റീസസിറ്റേറ്റ് ചെയ്യുന്ന, എല്ലാം റീസസിറ്റേറ്റ് ചെയ്യുന്നവർക്കും ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കിട്ടുന്നവർ തന്നെ 700 to 900 വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റഡീസ്, ആദ്യത്തെ ഒരു മേജർ സ്റ്റഡിയും അത് മെഡിക്കൽ ലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പിം വാൻ ലോമൽ എന്ന് പറഞ്ഞ് ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം ഡച്ച് ഹോസ്പിറ്റൽസിൻ്റെ ഒരു 10 ഡച്ച് ഹോസ്പിറ്റൽസിനെ കമ്പൈൻ ചെയ്തുകൊണ്ടൊരു 344 പേരിൽ ഇങ്ങനെ വന്ന സർവൈവേഴ്സ്, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കഴിഞ്ഞ സർവൈവേഴ്സിൽ നടത്തിയ കാർഡിയോളജി ഓറിയൻറ്റഡ് സ്റ്റഡീസ് ആയിരുന്നത്. അത് കഴിഞ്ഞത് 2001 ലാൻസെറ്റ് എന്ന് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ഒരു മേജർ പ്രസ്റ്റീജിയസ് മെഡിക്കൽ ജേർണലാണ്. അതിനകത്ത് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം കോൺഷ്യസ്നസ് ബിയോണ്ട് ലൈഫ് എന്നും പറഞ്ഞ് 2007 ഒരു പുസ്തകം എഴുതി. ബെസ്റ്റ് സെല്ലർ പുസ്തകമായിരുന്നു. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് മോർ പബ്ലിസിറ്റി മെഡിക്കൽ വേൾഡിൽ അല്ലാത്തവരിലും ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ് ഈ ഫീൽഡിൽ കൂടുതൽ സ്റ്റഡീസ് നടത്തിയൊരു അമേരിക്കൻ ഡോക്ടറാണ്. അദ്ദേഹം റെയ്മൻ മൂഡി എന്ന് ഉള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൽ ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ജോർജ് റിച്ചി. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അതായത് അയാൾ മെഡിക്കൽ സ്കൂളിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു 20-ാം വയസ്സിൽ അദ്ദേഹം ഒരു ഡ്രൗണിങ് ആക്സിഡൻ്റ് ഉണ്ടായി. അന്ന് അദ്ദേഹത്തിന് ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസ് വന്നു. പക്ഷേ സാധാരണ അയാൾ ഇതൊക്കെ എന്തോ ഒരു സൈക്യാട്രിക് എബ്നോർമാലിറ്റിയാണ്, ഒരു തോന്നലാന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയുന്നുണ്ട്. അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ അവരുടെ പേഴ്സണൽ ടോക്കിൽ ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. അതുപോലെ പല പേഷ്യൻസും അദ്ദേഹത്തോട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് പറയുന്നതുകൊണ്ട് ഇദ്ദേഹത്തിനും തോന്നി ഒരു സ്റ്റഡി നടത്തണമെന്ന് കരുതി. അദ്ദേഹം അങ്ങനത്തെ ഈ NDE സ്റ്റഡീസിലേക്ക് വന്നു. ഈവൻ ഈ ഡോക്ടർ ജോർജ് റിച്ചി തന്നെ, അതായത് അദ്ദേഹത്തിന് ഡോക്ടർ ആകുന്നതിന് മുമ്പ് വന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് റിട്ടേൺ ഫ്രം ടുമോറോ എന്നും പറഞ്ഞൊരു പുസ്തകവും അതും 1978 പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് അദ്ദേഹം എഴുതുന്നത്. അതും ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകമായി. അപ്പം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഡോക്ടർ മൂഡിയുടെ സ്റ്റഡീസും പബ്ലിക്കേഷൻസും എല്ലാം വന്നപ്പോഴേക്കും മോർ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, പ്രത്യേകിച്ച് ഇതെല്ലാം വെസ്റ്റേൺ കൺട്രീസിലാണ്. നമ്മളുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് പോലും ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പലരും അതിനെക്കുറിച്ചൊന്നും അവെയർ തന്നെയല്ല. NDE സ്റ്റഡീസിനെ കുറിച്ച് ഈവൻ ഞാനും നേരത്തെ ഇങ്ങനെ ഈവൻ 1970s മുതൽ നടക്കുന്ന, അതായത് ഞാനൊക്കെ മെഡിക്കൽ സ്കൂളിൽ ചെല്ലുന്നത്, ഞാൻ 1981 മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡീസും ഈവൻ 2001 ലാൻസെറ്റിലൊന്നും വന്നാലും ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പം
കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. ഈവൻ അപ്പം ഓരോരുത്തരും അവനവന് തന്നെ നോക്കിയാൽ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് പോയി ചോദിക്കുക, ഡോക്ടർ ഇനി എൻ്റെ അടുത്ത് ഇതൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞാൽ നിങ്ങളും ആ ഡോക്ടറും ഒരേ പൊസിഷനിലായിരിക്കും. അത് ഇതേക്കുറിച്ചൊന്നും തന്നെ പലരും അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. നെക്സ്റ്റ് വേറെ ഇതിൽ കൂടുതൽ ഇത് നടത്തിയ ഒരു ഗ്രേസൺ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. അദ്ദേഹമാണ് ഇതിനൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ND സ്കെയിൽ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇത് വരുന്നത്. പിന്നെ അതിനുശേഷം മിക്കവാറും സ്റ്റഡീസൊക്കെ ഈ ഡോക്ടർ ഗ്രേസൺസ് ND സ്കെയിൽ വെച്ചുകൊണ്ടാണ് ഈ അസസ്മെൻറ്റ് തന്നെ. അതായത് ഒരു രോഗി ഇങ്ങനെ തിരിച്ചു വന്ന ആളെ ഇൻ്റർവ്യൂ ചെയ്യണമല്ലോ, അപ്പോൾ അതിനൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യണമല്ലോ. അപ്പം ഇദ്ദേഹം ഒരു സൈക്യാട്രി ആൻഡ് ന്യൂറോ ബിഹേവിയറൽ സയൻസ് ഡോക്ടറായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഡോക്ടർ ബ്രൂയിസ് ഗ്രേസൺ. അദ്ദേഹം 1946 ജനിച്ചു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നയാളാണ്. പിന്നെ ഇപ്പോൾ ഒരു ഇതിനെക്കുറിച്ച് സ്റ്റഡീസിന് ഒരു റിസർച്ച് ഫൗണ്ടേഷൻ തന്നെയുണ്ട്. അദ്ദേഹം ആണെങ്കിൽ ജെഫ്രി ലോങ് എന്നും പറഞ്ഞു ഒരു റേഡിയേഷൻ ഓൺകോളജിസ്റ്റാണ്. അതായത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഡോക്ടറാണ്. അത് 1998 ഇങ്ങനെ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള മറ്റുള്ള ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിനെക്കുറിച്ചുള്ള മോർ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്ര സ്റ്റഡീസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്റ്റഡീസിനകത്ത് നിന്ന് എന്താണ് കണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പം ബേസിക്കലി ഈ ഒരു സ്കെയിൽ ഡോക്ടർ ഗ്രേസൺ സ്കെയിൽ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇപ്പോഴത്തെ സ്റ്റഡീസൊക്കെ അസസ് ചെയ്യുന്നത്. അതിനകത്ത് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ പെട്ടെന്നൊരു സഡൻ സമാധാനവും റിലീഫ് ഫ്രം പെയിനും ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതായിട്ടാണ് ഈ എക്സ്പീരിയൻസ് വന്നത്. അതായത് നമ്മൾ ഇവിടെ ഡോക്ടേഴ്സ് അവിടെ റീസസിറ്റേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് പെട്ടെന്നൊരു സമാധാനം വരുന്നു, വേദനയൊക്കെ മാറുന്നു. പിന്നെ ഒരു ഓൺലുക്കറായിട്ട് ഇവിടെ തിയേറ്ററിനകത്ത് അല്ലെങ്കിൽ ICU യൂണിറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുകയാണ്. അപ്പം ബേസിക്കലി അവർ നമ്മളുടെ ബോഡി ബെഡിൽ കിടക്കുകയാണ്, അതിന് മുകളിൽ നിൽക്കുന്നതായിട്ട് തിയേറ്ററിലാണ്, തിയേറ്ററിൻ്റെ സീലിങ്ങിൻ്റെ അവിടെ നിന്ന് ഇതെല്ലാം കാണുന്ന പോലെ ഉള്ള ഒരു എക്സ്പീരിയൻസാണ്. അത് ബോഡിയിൽ നിന്ന് മുകളിൽ നിന്ന് മൊത്തത്തിൽ കാണുന്ന പോലെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ടണലിൽ കൂടെ പോയി പിന്നെ ഒരു ബ്രൈറ്റ് ലൈറ്റ്, ഒരു വളരെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ലൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദൈവവിശ്വാസങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ദൈവത്തിൻ്റെ ഇപ്പം ക്രൈസ്റ്റിനെയോ അല്ലെങ്കിൽ ഹിന്ദുസൊക്കെ ആണെങ്കിൽ കൃഷ്ണനെയോ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉള്ള കാണുന്നതായിട്ടുള്ള ഒരു ഫീലിംഗാണ് പിന്നെ തോന്നുന്നത്. പിന്നെ അതുപോലെ അത് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിനെ അവർ മൊത്തത്തിൽ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ, അവരുടെ ലൈഫിലെ ഗുഡും ബാഡും എല്ലാം ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ അത് മറ്റുള്ളവരെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തതെന്നുള്ളതും ഇതിനെക്കുറിച്ചും കൂടെ ഒരു അവയർനെസ് വരികയാണ്. പിന്നെ ഇതിലെല്ലാം അവർ ഫീൽ ചെയ്തിരുന്ന കാര്യം ജനറലി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ടുള്ള ഇതിൽ ടൈംലെസ്നെസ്, അതായത് അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. അവർക്ക് ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട്, ചിലപ്പോൾ ഈ പ്രൊസീജിയറൊക്കെ നടന്ന് ഒരു അരമണിക്കൂറായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ അവർക്ക് നമ്മളുടെ ലൈഫ് മൊത്തത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ടൈംലെസ്നെസ് എല്ലാവരും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ലൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നത് അവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് വാട്ട് ദേ കാണുന്നത് പ്യുവർ, ജനറലി കൂടുതൽ പേരും കാണുന്നത് പ്യുവർ ലൈറ്റ് ആൻഡ് ലൈറ്റ് ലവ് ആൻഡ് പീസ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. മൊത്തത്തിൽ അത് ഒരു ഭയങ്കര ഒരു പ്ലസൻനെസ് തരുന്നൊരു അനുഭൂതിയായിട്ട് ആണ് ആ ലൈറ്റിനെ, അല്ലെങ്കിൽ ഡയറ്റി നമ്മൾ കാണുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കാണുന്നതായിട്ട്, പലരും നമ്മുടെ അച്ഛന്, അമ്മ, അങ്കിൾ, ആൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളവർ ഇതുപോലെ നമ്മളുടെ മരിച്ചുപോയ പെറ്റ്സിനെ കാണുന്നതായിട്ടും പലരും കണ്ടതായിട്ടും പലരും ഇത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ വന്നല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മളോട് ഇതൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പം തിരിച്ചത് കഴിഞ്ഞിട്ട് അവരാരെങ്കിലും പറയുക ഇപ്പം സമയമായിട്ടില്ല, യു ക്യാൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് തിരിച്ച് ബോഡിയിലേക്ക് വരുന്നതായിട്ടും. അപ്പം പലർക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തിരിച്ചു വരുമ്പം അതത്ര കംഫർട്ടബിൾ വരണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അല്ലാതെ തിരിച്ചു വരാൻ ആഗ്രഹത്തെക്കാളും കൂടുതൽ ആഗ്രഹം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പലർക്കും. തിരിച്ചു വരുമ്പം ഒരു ടൈറ്റ് ഫീലിംഗ്, നമുക്കൊരു ടൈറ്റ്, പലരും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടൈറ്റ് ഷൂസ് കുറേ നേരം ഇട്ടിട്ട് അതിൽ നിന്ന് കാല് പുറത്തെടുക്കുന്ന ഒരു അനുഭവമാണ് ഈ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ തിരിച്ച് അതിലേക്ക് ടൈറ്റ് ഷൂസിനകത്തേക്ക് വരാൻ
പലർക്കും താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ അയാൾ ബ്ലൈൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് കാഴ്ചയില്ലായിരുന്നു. അതായത് ഈ റിസസിറ്റേഷൻ നടക്കുന്ന സമയത്ത് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് കണ്ണട, അല്ലെങ്കിൽ കണ്ണട വെച്ചാൽ മാത്രമേ കാണാൻ പറ്റുന്ന ഒരാൾക്ക് അവിടെ നടന്നതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നുള്ളതാണ്. ഈവൻ അവർ പറയുന്നത് ചില എക്സാമ്പിൾസ് തന്നെ ചിലർ പറയുന്നുണ്ട്. അവർ ഈ റിസസിറ്റേഷൻ സമയത്ത് ഈ ആർട്ടിഫിഷ്യൽ ടൂത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റും. അപ്പം ഇങ്ങനെ കൈ വെച്ചിരിക്കുന്ന ഈ എടുത്തു മാറ്റിയ ടൂത്ത് എങ്ങോട്ടാണ് ഇട്ടതെന്ന് അവർക്ക് പറയാൻ പറ്റുന്നു, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഡോക്ടറെ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫിനോട് ഡോക്ടറാണ് എൻ്റെ ഇത് മാറ്റിയത് കബോർഡിനകത്തേക്ക് വെച്ചിട്ടുണ്ട് എന്ന് അവർക്ക്, അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് ആ സമയത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ കേൾക്കാൻ പറ്റാതെ ഇരുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈവൻ പലരും ഈ നമ്മൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെ വന്നു കഴിയുമ്പം അപ്പുറത്തെ റൂമിലിരിക്കുന്ന റിലേറ്റീവ്സിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അവരോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് ഈ സംഭവങ്ങൾ നടക്കുമ്പം അവരുടെ റിലേറ്റീവിനോടോ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഒക്കെ എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞതെന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഈവൻ ഈ ഇതിനകത്തൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാബിനകത്തിരിക്കുന്ന, അതായത് സീ ത്രൂ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ശരിക്കും കാഴ്ചയില്ലാത്ത അല്ല ഹിയറിംഗ് ഇല്ലാത്ത ആൾക്ക് കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റഡ്. അപ്പം വേറൊരു ടൈപ്പ് ഓഫ് സെൻസേഷനാണ്, അത് ഹിയറിങ്ങും വിഷനും ഒക്കെയാണ് ആ സമയത്തുണ്ടാകുന്നതെന്നുള്ളതും കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്റ്റഡീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നവരുടെ പിന്നത്തെ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചും സ്റ്റഡി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ അനുഭവത്തിൽ കൂടെ കഴിഞ്ഞു പോയിട്ട് വരുന്നവർ മൊത്തത്തിൽ അവരുടെ ലൈഫിനൊരു ചേഞ്ച് വരുന്നു, ഒരു മോർ കമ്പാഷനേറ്റ്, മൊത്തത്തിൽ എല്ലാവരോടും ഒരു സ്നേഹം, വൺനെസ്, അതായത് നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു തോന്നൽ അവർക്ക്, ആ ഒരു ഫീലിംഗ്. നമ്മളിപ്പോൾ പറയുമല്ലോ നമ്മുടെ അദ്വൈതം, നമ്മളുടെ അദ്വൈതം ജനിച്ച നാട് നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയും. ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈതത്തെക്കുറിച്ചുള്ളത് പറയുന്നത് നമ്മളെല്ലാം ഒന്നാണ്, രണ്ടല്ല. അതാണല്ലോ തത്വമസിയൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് വരുന്നതെന്നുള്ളതാണ്. ആൻഡ് ബേസിക്കലി ഈ പിന്നെ മെറ്റീരിയൽ ഗെയിനിനെ കുറിച്ചൊക്കെയുള്ള ഇൻട്രസ്റ്റുകൾ പോകും. മൊത്തത്തിൽ അങ്ങനത്തെ കാര്യങ്ങളിലുള്ള താല്പര്യങ്ങൾ, മെറ്റീരിയൽ ലൈഫിലേക്കുള്ള താല്പര്യങ്ങൾ കുറയുന്നു. ഇതാണ് മൊത്തത്തിൽ ഈ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ അനുഭവം കഴിഞ്ഞു വന്നവർ. പിന്നെ അതിലും വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഈ സ്റ്റഡീസ് നടത്തിയ ഡോക്ടേഴ്സ് അവരെല്ലാം നമ്മുടെ ഇവിടുത്തെ വെച്ച് നോക്കുവാണെങ്കിൽ സ്പെഷ്യലിസ്റ്റോ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് പോലുള്ള മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് നടത്തിയ സ്റ്റഡീസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. അവരെല്ലാം വരുന്നത്, പിന്നെ അന്വേഷിക്കാനായിട്ട് വരുന്നത് നമ്മുടെ ഹിമാലയത്തിലേക്കൊക്കെയാണ്. ഹിമാലയം, ടിബറ്റ്, അങ്ങനെ ഉള്ള അത്. കാരണം ഇങ്ങനത്തെ സ്റ്റഡീസിൽ ഫൈനലി അവരും ഈ ഒരു രീതിയിൽ നമ്മളുടെ ഇന്ത്യൻ ഫിലോസഫിയിലേക്കും ഫിലോസഫിക്കൽ കാര്യങ്ങളിലേക്ക് കൂടി പഠിക്കാനും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ഓൾമോസ്റ്റ് ഓൾ ഈ ഡോക്ടേഴ്സ് ഇങ്ങനത്തെ മെയിനായിട്ടുള്ള സ്റ്റഡീസ് നടത്തിയൊക്കെ അവർക്ക്, ഈവൻ ഈ ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ലാൻസെറ്റിൽ വന്നു എന്നുള്ളത് അറിയുന്നത് തന്നെ ഇന്ത്യ വന്നിട്ട് ഹിമാലയത്തിൽ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഫ്ലൈറ്റിൽ വെച്ചാണ് അദ്ദേഹം അറിയുന്നതെന്ന് പോലെ സംതിങ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സോ മിക്കവാറും എല്ലാവരും ഈ രീതിയിലേക്ക് ഉള്ള ഒരു നമ്മളുടെ ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് ഒരു അട്രാക്ഷൻ ഇങ്ങനെ സ്റ്റഡീസ് നടത്തിയിരുന്നവർക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വന്ന്, അതായത് മരിച്ചിട്ട് തിരിച്ചു വന്നവർക്കും ഈ പഠനം നടത്തുന്ന ഡോക്ടേഴ്സും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇതൊക്കെ ഒരു മെൻ്റൽ ഡിസീസാണ്. ഈ പേഷ്യൻറ്റിനും മാനസിക പ്രശ്നമാണ്, ഡോക്ടറിനും മാനസിക പ്രശ്നമാണെന്നുള്ള ആ ഒരു സ്റ്റിഗ്മറ്റൈസേഷൻ. കാരണം എല്ലാത്തിനും ഉണ്ടല്ലോ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പം ഇവരൊക്കെ ഇതിലേക്ക് വരാൻ കാരണം അവരുടെ എക്സ്പീരിയൻസ് അല്ല, അവരുടെ പേഷ്യൻസ് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒത്തിരി ആൻറ്റി ഇതായിട്ട് നിൽക്കുന്നവരും ഉണ്ട്. പിന്നെ ഇതിനകത്ത് റിസർച്ചിനൊന്നും ഫണ്ട് കിട്ടുകയില്ല, അതാണ് ഫണ്ടിങ് അവൈലബിളേ അല്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റഡീസൊക്കെ നടത്തിയവർ പലരും സ്വന്തം കയ്യിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. കാരണം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എല്ലാത്തിനും സ്റ്റഡീസിന് പൈസ കിട്ടും. പക്ഷെ പൈസ മിക്കവാറും ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നായിരിക്കും ഇതിനെല്ലാം ഫൈനാൻസ് വരുന്നത്. അപ്പോൾ ഇത്തരം സ്റ്റഡീസിനൊന്നും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്, മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്നവർക്കൊക്കെയാണ് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത്.
പക്ഷെ അവിടെ ഒന്നും ഫണ്ടിങ് കിട്ടിയില്ല. അപ്പം അതാണ് ഇതിന് ഈവൻ ഈ ലാൻസെറ്റിൽ വന്ന ഡോക്ടറൊക്കെ പോലും ആണെങ്കിലും അവരുമൊക്കെ ഇതിൻ്റെ ഒരു റിസർച്ചിൻ്റെ ആക്സെപ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. 1970s അത് വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ പിന്നെ അവരൊക്കെ പുസ്തകമൊക്കെ ബെസ്റ്റ് സെല്ലറൊക്കെ ആയി. പിന്നെ അവർക്കൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇവർക്ക് ബേസിക്കലി ഡെഡിക്കേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഈ സ്റ്റഡീസൊക്കെ ചെയ്യാൻ തന്നെ കാരണം. അപ്പം നമ്മൾ ഈ ആഫ്റ്റർ ഡെത്തിനെ കുറിച്ചും റീബർത്തിനെ കുറിച്ചും ഒക്കെ സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോൾ നെക്സ്റ്റ് ഉള്ളതൊരു ഹിപ്നോട്ടിക് റിഗ്രഷൻ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഈ സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ ഈ ഹിപ്നോതെറാപ്പി ചെയ്യുമല്ലോ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു ഡോക്ടർ ബ്രിയാൻ വീസ് എന്ന് പറഞ്ഞ് അമേരിക്കയിലെ തന്നെ ഒരു സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം ന്യൂയോർക്കിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് മിയാമിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മിയാമി മെഡിക്കൽ സെൻറ്ററിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്യാട്രിസ്റ്റാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ ഹിപ്നോതെറാപ്പിയുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലയൻറ്റ് പേഷ്യൻ്റ് ബേസിക്കലി അവരുടെ ലാസ്റ്റ് ജന്മങ്ങളിലേക്ക് പോവുകയും അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തി. അതിന് ബേസിക്കലി ഹിപ്നോട്ടിക് റിഗ്രഷൻ സ്റ്റഡീസ് എന്നാണ് അതിന് പറയുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് കൂടുതലും മോഡേൺ മെഡിസിൻ സൈക്യാട്രിസ്റ്റ് പോലെ, അതായത് MBBSും MD ഒക്കെ കഴിഞ്ഞവർ ഇത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ പല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഈവൻ ഇന്ത്യയിലും ഉണ്ട്. പ്രത്യേകിച്ച് പാരാസൈക്കോളജി എന്നുള്ള ഒരു വിഭാഗത്തിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉള്ളതായിട്ട് ഞാനിപ്പം ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ നോക്കിയപ്പം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, എനിക്ക് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ലൈഫുകളെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത്, അപ്പോൾ ആ പാസ്റ്റ് ലൈഫിലുള്ള പ്രോബ്ലംസ് അവരെ കൊണ്ട് തന്നെ ഇത് ചെയ്ത്, അപ്പോൾ അതിൽ നിന്ന് അവരുടെ ആ പ്രോബ്ലംസിൽ നിന്ന് അസുഖത്തിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുറിച്ചൊക്കെ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഡോക്ടേഴ്സായിട്ട് അറിയില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഇവിടെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മെയിൻ സ്റ്റഡീസൊക്കെ നടത്തിയിരിക്കുന്ന ഈ ബ്രെയിൻ വീസ് എന്ന് പറഞ്ഞ അദ്ദേഹം 1944 ജനിച്ച് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം 44 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 80 years ആയിട്ടുണ്ടല്ലോ. അത് ഈ ഫീൽഡിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് റിസർച്ചും സ്റ്റഡീസും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മൾ സാധാരണ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഓരോ രോഗത്തിൻ്റെയും അതിൻ്റെ എങ്ങനെ മാറ്റാം അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ രോഗങ്ങൾ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് സാധാരണ നമ്മുടെ വീഡിയോസൊക്കെ വരുന്നത്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസിനും ഒക്കെ നമ്മൾ മരുന്നും ഓപ്പറേഷനും ഒക്കെ മാറ്റി നമ്മളെങ്ങനെ ലൈഫ് സ്റ്റൈൽ, ബിക്കോസ് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണല്ലോ, അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ സ്റ്റഡീസിനെ കുറിച്ചും എല്ലാവരും അറിയണം. അപ്പം നമ്മൾ ഈ മരണത്തെ എല്ലാവർക്കും പേടിയാണ്, മരണത്തെയും അസുഖത്തെയും ഒക്കെ ആണല്ലോ എല്ലാവരും പേടിക്കുന്ന കാര്യം. അപ്പം മരണം കഴിഞ്ഞു കഴിഞ്ഞാലും അത്ര മോശമല്ല, കാര്യങ്ങൾ പോയവർക്കൊന്നും തിരിച്ചു വരാൻ വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമുക്കും കുറച്ചും കൂടി ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പ്രായമാകുമ്പോഴേക്കും ആൾക്കാർക്കാണേലും കൂടുതലും അറിയായിരിക്കും. അപ്പം മരിക്കാനുള്ള പേടിയാണ് പലർക്കും ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രായമാകുമ്പോഴേക്കും. പിന്നെ നാച്ചുറലി നമുക്കറിയാം എന്താണെങ്കിലും ജനിച്ചാൽ മരിച്ചേ പറ്റുള്ളൂ. പിന്നെ പലപ്പോഴും ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഉള്ള വിഷമങ്ങൾ, അപ്പം നമുക്കിങ്ങനെയാണ്, അവർക്ക് പോകുന്നവർക്ക് അവർ ഹാപ്പിയാണെന്ന് അറിയുകയാണെങ്കിൽ നമുക്കും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ കുറച്ചും കൂടി. ജീവിച്ചിരിക്കുന്നവർക്ക് ഇവൻ ഡിപ്പെൻഡൻസിന് എത്രയാണേലും മക്കൾക്ക് പേരൻസ് പ്രത്യേകിച്ച് അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നതിന് മുമ്പാണെങ്കിൽ ഡിപ്പെൻഡൻസിന് എപ്പോഴും വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഭാര്യയെ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ വിഷമം വരും. പക്ഷെ അവർ വലിയ വിഷമത്തിലൊന്നും അല്ല, അവർ കുറച്ചുകൂടെ ഹാപ്പിയാണെന്ന് അറിയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനകത്ത് പറയുന്നതനുസരിച്ച് അവർ മരിച്ചു കഴിയുമ്പം ഒരു ബെറ്റർ ഒന്ന് റിലീഫ് കിട്ടുന്നത് പോലെയാണ് അവരെല്ലാവരും തന്നെ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് അറ്റ്ലീസ്റ്റ് നമുക്ക് ശരിയാണ് ഡിപ്പെൻഡൻസ്, ഇപ്പം 4-5 വയസ്സൊക്കെയുള്ള പിള്ളേരൊക്കെ ഉള്ള അച്ഛനോ അമ്മ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ മരിച്ചവരെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യം വരുന്നില്ല.
അതാണ് ഒരു കാര്യം. അത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലൈഫിനെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. പിന്നെ എന്ന് കരുതി നമ്മൾ എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ബേസിക്കലി നമ്മൾ അൺടൈംലി ഡെത്ത് ഒഴിവാക്കണം. കാരണം നമ്മൾ ഡിപ്പെൻഡൻസ് സഫർ ചെയ്യും. പോകുന്നവർക്ക് ചിലപ്പം കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഡിപ്പെൻഡൻസ് സഫർ ചെയ്യും. പിന്നെ നമ്മൾ ഈ ഓവറായിട്ട് മെറ്റീരിയൽ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളതും ഇവരെല്ലാം ഈ മരിച്ചിട്ട് തിരിച്ചു വന്നവർക്കൊക്കെ ഈ മെറ്റീരിയൽ ഇൻഡസ്ട്രികൾക്കുള്ളതോടൊക്കെ കുറയുവാണ്. എന്ന് കരുതി ഒന്നും വേണ്ടാന്നല്ല. ബേസിക്കലി നമ്മൾ ഓവറായിട്ട് അന്യായമായിട്ടുള്ള രീതിയിലൊന്നും സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടും വലിയ കാര്യമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരും നമ്മൾ ഡിപ്പെൻഡൻസും ഉള്ളവരും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും അസുഖങ്ങൾ വരാതെ നോക്കാനും എല്ലാം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഡിപ്പെൻഡൻസിനെ ഉദ്ദേശിച്ച് നമ്മളുടെ ഹെൽത്ത് ഓരോരുത്തരും അവനവൻ്റെ ഹെൽത്തിയാക്കി വെക്കേണ്ടത്. ഒന്ന്, അവനവന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിയപ്പെട്ടവരാണ് ഏറ്റവും കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഈ ട്രീറ്റ്മെൻറ്റും ഇതുമെല്ലാം ആയിട്ട് നടക്കേണ്ടി വരും. അപ്പം ഒത്തിരി ഫൈനാൻഷ്യൽ ബാധ്യതകളും എല്ലാം കയറി വരും. അതുകൊണ്ട് തന്നെ അവനവൻ്റെ ഹെൽത്ത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും റോഡ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്കോ ഒക്കെ ഒന്ന് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളും ഭാര്യയൊക്കെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും. വൈഫ് മരിച്ചു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരാണെങ്കിൽ ഹസ്ബൻഡും ഒക്കെ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ ഹെൽത്ത് കറക്റ്റായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ പ്രായമായി കഴിയുമ്പോഴേക്കും നമുക്ക് പോകാറായി എന്നുള്ള ഒരു ഇതും വേണം. അപ്പം അങ്ങനെയുള്ളവർ, പ്രത്യേകിച്ച് നമ്മളൊരു അസുഖം വന്നെന്ന് കണ്ടു കഴിയുമ്പം ഇത്തരം സ്റ്റഡീസൊക്കെ, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു മാനസികമായിട്ട് കുറച്ചും കൂടെ നമുക്ക് പ്രിപ്പയർഡ് ആകാൻ പറ്റും. കുറച്ചുകൂടി റിലാക്സിങ് ആകാൻ പറ്റും. അപ്പം നമുക്ക് മരണം അല്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈവൻ നമ്മൾ പലപ്പോഴും പാലിയേറ്റീവ് കെയർ കൊടുക്കേണ്ടി വരും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെങ്കിലും, ഇപ്പോൾ 4th ഫേസ് ക്യാൻസർ വന്ന പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ടോട്ടലി റീനൽ ഫെയിലിയർ, പക്ഷേ അവർക്ക് ഡയാലിസിസും റീനൽ ട്രാൻസ്പ്ലാന്റും ഒന്നും വേണ്ടെന്ന് പറയുന്ന പേഷ്യൻസ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വളരെ അവരെ കംഫർട്ടാക്കാൻ പറ്റും. മിക്കവാറും മരുന്നുകളെല്ലാം മാറ്റി, ഇപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും മരുന്നൊന്നും ഇല്ലാതെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ഡാമേജ് ഓർഗൻ, ഇപ്പം കിഡ്നി കംപ്ലീറ്റ് നശിച്ചു പോയാൽ നമുക്ക് അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ മൾട്ടിപ്പിൾ ഇങ്ങനെ പല ഇതും വരുമല്ലോ, പല ഈ 4th സ്റ്റേജ് ക്യാൻസറൊക്കെ ആണെങ്കിൽ പലപ്പോഴും പല മെഡിക്കേഷൻസിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് ബോൺ മാരോയും ബ്ലഡൊക്കെ തീരെ കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ പാൻസൈറ്റോപീനിയ ഇങ്ങനത്തേലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അതൊന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അവർക്ക് ഈ ഇത് വെച്ച് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആക്കാൻ പറ്റും. അപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു മെൻ്റൽ റിലാക്സേഷനും കൂടെ വരുന്നത് ഒത്തിരി ബെനിഫിഷ്യലായിരിക്കും. അപ്പം ഇങ്ങനത്തെ നമ്മൾ പ്രത്യേകിച്ച് പ്രായമായവരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ രോഗങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണേലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇത്തരം റിയലി സയൻറ്റിഫിക്കായിട്ട് നടത്തിയിരിക്കുന്നത്, അതായത് ഡോക്ടേഴ്സ് നടത്തിയിരിക്കുന്ന ഈ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് പോലെയുള്ളവർ ഒരു പ്രത്യേക എല്ലാ ഇതും വെച്ചിട്ട് നടത്തിയിരിക്കുന്ന സ്റ്റഡീസാണല്ലോ. അപ്പം അങ്ങനത്തെ സ്റ്റഡീസ് കാണുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവും എന്നുള്ളതാണ്. പിന്നെ ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോഴും കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രീറ്റ്മെൻറ്റിൽ മെഡിസിൻസും സർജറിയും തന്നെയാണ് പലപ്പോഴും നമ്മൾ ഒത്തിരി ഇതിലേക്ക് വരുന്നത്. ശരിക്കും നമ്മൾ ഈ സഫർ ചെയ്യുന്നതെല്ലാം തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വെച്ചാണ്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതിൽ നിന്ന് വരുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാം സഫർ ചെയ്യാൻ വരുന്നത്. അപ്പം നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ ശരിക്കും നമുക്ക് ഈ രോഗങ്ങളെല്ലാം മാറാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ലൈഫിനെ കുറിച്ച് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. അപ്പം കുറച്ചും കൂടെ മെൻ്റലി റിലാക്സ്ഡ് ആയിട്ട് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും നമ്മൾ. മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം, അത് മോഡേൺ മെഡിസിൻ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഏത് വിഭാഗത്തിലാണെങ്കിലും നമ്മൾ മനുഷ്യൻ്റെ സഫറിങ് കുറയ്ക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ കഴിയുമെങ്കിൽ മരിക്കാതെ നോക്കാമെന്ന്. പക്ഷേ നമ്മളിതൊക്കെ എത്ര നോക്കിയാലും മരണത്തെ നമുക്ക് തടയാൻ പറ്റുകയില്ല. ഡോക്ടർ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പലപ്പോഴും ഡോക്ടേഴ്സിന് തന്നെ നമുക്ക് പല വിഷമം തോന്നും, നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള ഓർത്തിട്ട്. കാരണം അത്
നമ്മളെപ്പോഴും അതും കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റിന് എടുക്കുമ്പോഴും നമ്മൾ ഓർക്കണം. ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇപ്പം ഈ ഓപ്പറേഷൻ സമയത്തൊക്കെ നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ മാത്രമല്ല ഓപ്പറേഷൻ്റെ റിസ്ക് ഉണ്ട്, അനസ്തീസിയയുടെ റിസ്ക് ഉണ്ട്, പല അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ വരാം. അതുകൊണ്ട് എപ്പോഴാണേലും നമ്മൾ ഒരു ഓപ്പറേഷൻ ഒരു ഡിസിഷൻ എടുക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം അതിനകത്ത് റിസ്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ള ഇതിൽ ആവരുത്. പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ ആ ഓപ്പറേഷൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മളിവിടെ ഞാൻ കാണുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ സൈഡ് ഇഫക്റ്റ് പലപ്പോഴും ആരും പറയാറുണ്ടാവില്ല. സൈഡ് ഇഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാകും. അങ്ങനെയുള്ള ഇതുകൊണ്ടായിരിക്കണം ആൾക്കാർ സാധാരണ ഒരു ഓപ്പറേഷന് മുമ്പ് എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് എന്നുള്ളത് ഒരിക്കലും അറിയുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു TMT പോസിറ്റീവായി ഉടനെ ഒരു ആൻജിയോഗ്രാം പറയുന്നു. ആൻജിയോഗ്രാം ആണ്. അപ്പോൾ ഡോക്ടറിന് അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആൻജിയോഗ്രാമിന് ഇന്ന സൈഡ് ഇഫക്റ്റ് വരാം, കിഡ്നി പ്രോബ്ലം ഉണ്ടായ കിഡ്നിക്ക് ഇത് വരാം, അല്ലെ ഓപ്പറേഷൻ പ്രൊസീജിയറിൻ്റെ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. ഇതൊന്നും ആരും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം നടക്കുകയില്ല. കാരണം സോ മെനി കോംപ്ലിക്കേഷൻസ് ക്യാൻ ബി. അതൊക്കെ അവനവനാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഏത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കഴിക്കുന്ന മരുന്നുകളും ചെയ്യുന്ന ഓപ്പറേഷനും എല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം നമുക്ക് നമ്മുടെ സഫറിങ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ ഈ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഇപ്പം ബൈപ്പാസും സ്റ്റെൻറ്റും ഒക്കെ ഇട്ടിട്ടും നെഞ്ചുവേദനയായിട്ട് ആഞ്ചേന കാരണം നടക്കാൻ പോലും നടക്കുമോ ബേസിക് കാര്യം പോലും ചെയ്യാതിരിക്കുന്നവർക്ക് പോലും ലൈസ്റ്റ് ഒരു കെട്ട് കണക്കിന് മരുന്നും, അതായത് 10, 20, 30 ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും കറക്റ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ടൊന്നും അത്രയും മരുന്നുകളൊന്നും കഴിക്കുന്നവർക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. അതിന് സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ മരുന്നുകൾ മിക്കവാറും ഇതിൻ്റെ എല്ലാ മരുന്നുകളും തന്നെ കുറച്ചുകൊണ്ട് വന്ന് ബെറ്റർ ഹെൽത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഓരോ എക്യുപ്മെൻറ്റിനെയും മെഡിസിനെയും ഫാർമസ്യൂട്ടിക്കൽസിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യമില്ല. ലാസ്റ്റ് ഒരു 50 ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇത്രയും മെഡിക്കൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1950-ക്ക് ശേഷമാണ്. ഇത്രയധികം മരുന്നുകളും എല്ലാം വന്നിരിക്കുന്നത്. അതിനു മുമ്പൊന്നും മനുഷ്യനിങ്ങനെ മരുന്ന് കഴിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ഒരുപക്ഷെ ജീവികൾ വെച്ച് മനുഷ്യൻ മാത്രമായിരിക്കും, പിന്നെ നമ്മൾ വളർത്തുന്ന പെറ്റ്സുമാണ് ഇങ്ങനെ മരുന്ന് കഴിക്കുന്നത്. അല്ലാതെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നവരൊന്നും മരുന്ന് കഴിച്ചല്ലല്ലോ ജീവിക്കുന്നത്. അവർ ഫുഡും അതുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ ഭക്ഷണത്തിൽ തന്നെ അവർ തന്നെ ഇപ്പം ഒരു പൂച്ചയ്ക്കോ പട്ടിക്കോ ഒക്കെ അവർ അസുഖം വന്നു കഴിഞ്ഞാൽ അവർ പോയി ചില ഇലകളിലൊക്കെ പറിച്ച് തിന്നുന്ന കാണാം. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ പോയി ചില ലീവ്സും ഒക്കെ പറിച്ച് തിന്ന് അവരങ്ങനെയാണ് ജീവിക്കുന്നത്. നമ്മൾ മാത്രമാണ് ഈ കെമിക്കലായിട്ടുള്ള പലതരം മരുന്നുകൾ, പണ്ടി പറഞ്ഞാൽ ആയുർവേദമാണ്, അതിനകത്ത് ലീവ്സും റൂട്ട്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എല്ലാം കെമിക്കൽ ഫോമാറ്റിൽ. അതിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് വേദന, അനസ്തീസിയ, ഇങ്ങനത്തെ മുറിവൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ്, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ, ഇതിലെല്ലാം ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ട്രോമ, ഇൻഫെക്ഷൻ, ഇതിലൊക്കെ നമുക്ക് ബെനിഫിറ്റാണ്. പക്ഷേ ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് മരുന്ന് വെച്ച് മാറ്റാൻ പറ്റില്ല. ആ കാര്യത്തിലുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിയുന്നതും മരുന്നും ഓപ്പറേഷനും ഒക്കെ ഒഴിവാക്കി ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രായമാകുമോ അല്ലെങ്കിൽ നമുക്ക് ഒരു റിക്കവറിക്ക് ഒരു ലിമിറ്റഡ് സാധ്യതയുള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ആഫ്റ്റർ എന്തെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രിപ്പയർ ആകാനും അതിനും ഇത്തരം മോഡേൺ മെഡിസിൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇത് മാത്രമല്ല, ഇപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ആക്സിഡൻ്റൽ ഡെത്തോ ഒക്കെ നമ്മുടെ കുടുംബത്തൊക്കെ വരുമ്പോൾ പോലും നമുക്കത് താങ്ങാനുള്ള ശേഷി കുറച്ചും കൂടെ കൂടും. അപ്പം അതാണ് ഞാൻ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് മാനസികമായിട്ട് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് കുറച്ചും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നേരിടാനുള്ള കഴിവുകൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയാൽ കൂടുതലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ എമർജൻസി മെഡിക്കൽ സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ മരിച്ച് തിരിച്ചു വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഒപ്പം തന്നെ കൂടുതൽ വിശദമായ NDA സ്റ്റഡീസും പഠനങ്ങളും നടക്കുന്നുണ്ട്. ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മരണാനന്തര അനുഭവങ്ങളെ അപഗ്രഥിച്ച്
കൂടുതൽ അറിയാൻ കഴിയുന്നതോടെ മരണത്തെ ഭയപ്പെടാതെ ഒരുപക്ഷെ സന്തോഷത്തോടെ ഒരു ഫൈനൽ ടൂറായി കണ്ടുപോകാൻ റെഡിയാകുന്ന കാലമുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചിലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും.
മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണ്. ബേസിക്കലി എനിക്ക് ഇങ്ങനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒന്നും പേഷ്യൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ബേസിക്കലി ഗൈനക്കോളജി, ഇൻഫെർട്ടിലിറ്റി പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്കുമാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ രീതിയിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷനിൽ വന്നിട്ടില്ല. ഈവൻ ഗൈനക് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് പോലും നമ്മൾ ഒരു പേഷ്യൻ്റ് ഒരു ഡെത്തിലേക്ക് പോകുന്നതോ അതുപോലെയുള്ളൊരു സാഹചര്യത്തിൽ കൂടെ പോകേണ്ട വന്നിട്ടില്ല. ഈവൻ മെഡിക്കൽ കോളേജ് സ്റ്റഡീസിൻ്റെ സമയത്തും അങ്ങനെ ആരും എന്നോട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതല്ല, ഇപ്പം ഞാനത് വെരി ക്ലിയർ ആയിട്ട് പറയണതൊന്നും ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതൊക്കെ മേജർ സ്റ്റഡീസ് മെയിൻലി അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നടന്ന കൂടുതലും ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, സ്ഥലങ്ങളും ഏത് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതുകൂടാതെ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും വന്നത് ഈ റിവേഴ്സ് സ്റ്റഡീസാണ്. ഇതുപോലെ ഇന്ത്യയിൽ നിംഹാൻസുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നടത്തിയതുപോലെയുള്ള കുറേ സ്റ്റഡികൾ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഒക്കെ എല്ലാത്തിനും വളരെ സിമിലാരിറ്റി ഉള്ളതായിട്ടാണ്. ഇത് കമ്പൈൻ ചെയ്തിട്ടും കമ്പാരിസണും ഒക്കെ നോക്കുമ്പം കാണാൻ പറ്റുന്നത് ഇതിനൊക്കെ സിമിലാരിറ്റി ഉള്ളതാണ്. അപ്പം ബേസിക്കലി ഇതൊന്നും എൻ്റെ എക്സ്പീരിയൻസ് അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ സ്റ്റഡീസിനെ ബേസ് ചെയ്താണ് പറഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി ഞാൻ ഇപ്പോൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ചെയ്യുന്നത്. അതിൽ നമ്മളുടെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കായി അപ്പോൾ ഈ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ആർത്രൈറ്റിസ്, ഓട്ടോ ഇമ്മ്യൂൺ, SLE പോലെയുള്ള രോഗങ്ങൾ ഇതിനൊന്നും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ കൂടെയാണ് വരുന്നത്. അപ്പം ഇതിനെയൊക്കെ എങ്ങനെ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് ആ രോഗത്തിൽ നിന്നും അതുപോലെ തന്നെ മരുന്നിൽ നിന്നും മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതിന് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് പേഷ്യൻറ്റ് നമ്മളൊരു 3 to 6 months ഉള്ള ടൈം പീരീഡിലാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഇത് വരുന്നത് തന്നെ. ഒരു മെയിൻലി 3 months ആണ്. അപ്പോൾ ആ സമയം കൊണ്ട് അവരുടെ ബോഡി കറക്റ്റ് ചെയ്ത്, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്ത്, മെറ്റബോളിസം കറക്റ്റ് ചെയ്ത്, ഹോർമോൺസ് കറക്റ്റ് ചെയ്ത്, പിന്നെ അവരെ സ്വയം മാനേജ് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇപ്പം വർഷങ്ങളായിട്ട് 10, 20, 30, 40 വർഷമൊക്കെ ഡയബറ്റീസിനുമൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് ഇപ്പം ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഫെയിലിയറും അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറും എല്ലാം കൂടെ വന്നവർക്ക് പോലും നമ്മൾ മരുന്നൊക്കെ നിർത്തി ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇപ്പം പക്ഷേ പലപ്പോഴും ചിലരൊക്കെ അങ്ങ് റീനൽ ഫെയിലിയറിൽ എത്തിയിട്ടായിരിക്കും വരുന്നത്. അതായത് ഈ GF ഗ്രേഡ് 5 റീനൽ ഫെയിലിയറിലൊക്കെ ക്രിയാറ്റിനൊക്കെ 8, 9, 10 ഒക്കെ വന്നു കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളവർ നമുക്ക് കംപ്ലീറ്റ്ലി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്കും അവർക്ക് പലപ്പോഴും ചിലരൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നവരൊക്കെ അവർക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ട, എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കണം, ഇങ്ങനെ ഒത്തിരി മരുന്നും ഓപ്പറേഷനും ഒന്നും വേണ്ട എന്നുള്ളവരാണ്. അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാനില്ലാത്തവർ 2 ഗ്രൂപ്പുള്ളവരാണ് വരുന്നത്. ഒന്ന് ചെറുപ്പക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വലിയ പ്രായമൊന്നുമില്ല, അവർക്ക് അസുഖം തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞു ഇനി അത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കണം. അവർ ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്കൊരു അഡ്വൈസും തന്ന് ചെയ്യാവുന്ന കാര്യമല്ല ഇത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയെക്കുറിച്ച് പഠിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഒക്കെ നോക്കിയാലേ നമുക്ക് അവർക്ക് എന്താണ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതിനൊരു 3 to 6 months ആണ് അതിൻ്റെ ആ കറക്ഷൻ ടൈം വേണ്ടി വരുന്നത്. ആ ടൈമിൽ കൂടെ നിന്ന് മനസ്സിലാക്കി കൊടുത്ത് പിന്നെ ഒരു once in a year ഒരു മോണിറ്ററിങ് ഉണ്ട്. ഇതിൽ അവർക്കത് റീസണബിളി കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വർഷങ്ങളായിട്ട് മൾട്ടിപ്പിൾ മരുന്നുകളെടുത്ത് എന്നിട്ടും വയ്യാതെ ഇരിക്കുന്നവരും ഈ ബൈപ്പാസ് വേണം, അല്ലെ സ്റ്റെൻറ്റ് ഇടണം, ആൻജിയോഗ്രാം വേണം, മുട്ട് മാറ്റി വയ്ക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസം ഭയങ്കര സിവിയറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന, അല്ലെങ്കിൽ SLE പോലെയുള്ള സോറിയാസിസ്, എക്സീമ അതുപോലത്തെ സ്കിൻ ഡിസീസസ്, മാറാത്ത രോഗങ്ങൾ, അത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ്. മിക്കവാറും വിതിൻ എ മന്ത് നമുക്ക് മരുന്നുകൾ എത്ര
ഒന്നും കഴിക്കുന്നില്ല, അസുഖം മാത്രമുള്ളെങ്കിലും, അല്ലെങ്കിൽ കൂടുതൽ മരുന്ന് കഴിക്കുന്നവർക്കാണെങ്കിലും അസുഖം മരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടെ മാറാൻ പറ്റും. പിന്നെ ചില സ്പെഷ്യൽ സർക്കംസ്റ്റൻസിലൊക്കെയാണ് നമുക്ക് ചില ഇപ്പം സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ പേസ് മേക്കർ വെച്ചിരിക്കുന്നവർക്കൊക്കെ ചില മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് മിക്കവാറും മരുന്ന് മാറ്റി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു നമുക്ക് മരുന്നില്ലാതെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ ഒത്തിരി സഫറിങ്സ് കുറയും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ലൈഫിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ബ്രോഡർ കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ നമ്മൾ ഈ കാണുന്നതിനപ്പുറത്തേക്കും കൂടി പല കാര്യങ്ങളും ഉണ്ടാകാം എന്നെങ്കിലും നമ്മൾ ചിന്തിക്കണം. അപ്പം ഇത് നമ്മൾ ഈ കാണുന്നതിനപ്പുറത്തൊന്നും ഇല്ലയെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് 75 ഇയേഴ്സായിട്ട് മെഡിസിനും ഓപ്പറേഷനും മാത്രമാണ്. അപ്പോൾ ഈ രോഗമെല്ലാം ഒന്നിച്ച് തന്നെ ഒരു മാസം കൊണ്ട് മരുന്ന് നിർത്താമെന്ന് പറഞ്ഞാൽ അത് തന്നെ പലർക്കും ആക്സെപ്റ്റബിൾ ആവില്ല, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും അവരായിരിക്കും മോസ്റ്റ് സ്കെപ്റ്റിക്കലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സയൻസ് അറിയാൻ നോക്കുക ഇതിൻ്റെ. പിന്നെ സയൻസ് അവൈലബിൾ ലിറ്ററേച്ചർ. ഇപ്പം നമ്മൾ എല്ലാത്തിനെയും നമുക്ക് അന്ധവിശ്വാസമാണോ ഇത് നടക്കാത്ത കാര്യമാണെന്ന് കളയാമെന്നല്ല, നമ്മൾ കുറച്ചും കൂടി ഒരു ഓപ്പൺ മൈൻഡോട് കൂടി കാണുക, അതിനെക്കുറിച്ച് മോർ സ്റ്റഡി ചെയ്യാൻ നോക്കുക. ഒരു കാര്യം മനസ്സിലാക്കാതെ അതിനെ എന്താണെന്ന് തന്നെ മനസ്സിലാകാതെ നമ്മൾ എല്ലാത്തിനും റിജക്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഈവൻ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഇത്രയും രോഗങ്ങളെല്ലാം എല്ലാം മാറ്റാമെന്ന് പറയുമ്പോൾ പലർക്കും അത് അവിശ്വസനീയമായിരിക്കും. പക്ഷെ കൂടുതൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിൻ്റെ സയൻസ് എന്താണെന്ന് നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എടുക്കുക, എന്നിട്ട് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ നമ്മളൊരു ടെർമിനലി ഇല്ലാണെന്നുണ്ടെങ്കിലും പിന്നെ നെക്സ്റ്റ് എന്താണ് ഇപ്പം നമുക്കുള്ള അറിവ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30-നുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.